ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 139 വാല്യം 3 എമ്മാവൂസിന് സമീപയുള്ള പർവ്വത പ്രദേശത്ത്. പർവ്വതനിരകളാൽ നിബിഡമായ ഒരു പ്രദേശത്താണ് ഈശോയും ശിഷ്യരും. വഴി തീരെ മോശമായതിനാൽ പ്രായമുള്ള അപ്പസ്തോലന്മാർക്ക് നടന്നു മുന്നേറാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പ്രായം കുറഞ്ഞവർക്ക് വളരെ ഉല്ലാസമാണ്. ഈശോയുടെ ചുറ്റുമായി സംസാരിച്ചും ചിരിച്ചും കുത്തനെയുള്ള കയറ്റം അവർ സന്തോഷത്തോടെ അനായാസം കയറുന്നു. ഈശോയുടെ 2 സഹോദരന്മാർക്കും സെബദി പുത്രന്മാർക്കും ആൻഡ്രുവിനും ഗലീലിയായിലേക്ക് പോകുന്നത് വളരെ സന്തോഷം. അവരുടെ സന്തോഷം കറിയോത്തായെയും സന്തോഷഭരിതനാക്കിയിരിക്കുന്നു. കുറെ നാളായിട്ട് കറിയോത്തായ്ക്ക് നല്ല സ്വഭാവവും പെരുമാറ്റവുമാണ്. ഇയാൾ ഈശോയോട് ചോദിക്കുന്നു, ഗുരുവേ, നമ്മൾ പെസഹായ്ക്ക് ദേവാലയത്തിൽ പോകുമ്പോൾ കറിയോത്തിലേക്ക് നീ വരുമോ? നിന്നെ കാണാൻ എൻ്റെ അമ്മ എപ്പോഴും കാത്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞയച്ചു, ഗ്രാമത്തിലെ ആളുകളും. തീർച്ചയായും നമ്മൾ ഇപ്പോൾ പോകാൻ ആഗ്രഹിച്ചാലും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അസാധ്യമാണ്. ഇവിടെ തന്നെയും എത്ര ബുദ്ധിമുട്ടാണെന്ന് നോക്കൂ. ആ നിർബന്ധമില്ലായിരുന്നെങ്കിൽ ഈ യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടുമായിരുന്നില്ല. പക്ഷേ അവിടെ തുടർന്ന് താമസിക്കാൻ നമുക്ക് സാധ്യമല്ലാതെ പോയി. പിന്നീടൊന്നും പറയാതെ ഈശോ ചിന്താമഗ്നനായിരിക്കുന്നു. പിന്നീട്, അതായത് പെസഹായ്ക്ക് പോകാൻ നമുക്ക് കഴിയുമോ? നിന്റെ ഗുഹ ജെയിംസിനെയും ആൻഡ്രുവിനെയും കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ജോൺ പറയുന്നു. ബെത്ലഹേമിന് നമ്മോട് എന്ത് പ്രിയമാണെന്ന കാര്യം നീ മറന്നുപോയോ? അല്ല, ഗുരുവിനോടുള്ള സ്നേഹമാണെന്ന കാര്യം വിസ്മരിച്ചോ? കറിയോത്ത ചോദിക്കുന്നു. ഇല്ല, എന്നാൽ ജെയിംസിന്റെയും ആൻഡ്രുവിന്റെയും കൂടെ ഞാൻ പോകാം. ഈശോയ്ക്ക് ജൂട്ടായിലോ നിന്റെ വീട്ടിലോ താമസിക്കാമല്ലോ. ശരി, അതെനിക്കിഷ്ടമാണ്. ഗുരുവേ, നീ വരുമോ? അവർ ബെത്ലഹേമിലേക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ കറിയോത്തിൽ താമസിക്കുക. നീ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഒരിക്കലും വന്നിട്ടില്ല. നിന്നെ മുഴുവനും എൻ്റെ സ്വന്തമായി കുറെ നേരത്തേക്കെങ്കിലും കിട്ടണമെന്ന് ഞാൻ എത്രയധികം ആഗ്രഹിക്കുന്നു. നിനക്ക് അസൂയയുണ്ടോ? നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഞാൻ ദൂരെയാണെന്ന് തോന്നുന്ന അവസരങ്ങളിലും ഞാൻ നിങ്ങളെല്ലാവരുടെയും കൂടെയുണ്ടെന്ന് നിനക്കറിഞ്ഞുകൂടെ? നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ഞങ്ങളെ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം എന്നോടെങ്കിലും നീ കൂടുതൽ കാർക്കശ്യത്തോടെ പെരുമാറുമായിരുന്നു. നിന്റെ അരൂപി എപ്പോഴും ഞങ്ങളെ കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഞങ്ങൾ അരൂപി മാത്രമല്ലല്ലോ, മാനുഷികമായ ആശകളും നിരാശകളും സ്നേഹവും എല്ലാം ഉള്ള മനുഷ്യർ ഞങ്ങളിലുണ്ടല്ലോ. ഈശോയെ, നിന്നെ ഏറ്റവുമധികം സന്തോഷിപ്പിക്കുന്ന വ്യക്തി ഞാനല്ലെന്ന് എനിക്കറിയാം. എന്നാൽ നിന്നെ സന്തോഷിപ്പിക്കാൻ എത്ര ആഗ്രഹിക്കുന്നുവെന്ന് നിനക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ നികൃഷ്ടതയിൽ നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തുന്ന സമയത്തെക്കുറിച്ചെല്ലാം എനിക്ക് എത്ര ക്ലേശമുണ്ടെന്നും നീ അറിയുന്നുണ്ടല്ലോ. ഇല്ല യൂദാസേ, എനിക്ക് നീ നഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവരെക്കാൾ കൂടുതലായി നിന്നോടടുത്ത് ഞാനുണ്ട്. കാരണം നീ ആരാണെന്ന് എനിക്കറിയാം. എന്റെ കർത്താവേ, ഞാൻ എന്താണ്? എന്നോട് പറയൂ. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കൂ. എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നില്ല. ഓരോ തോന്നലുകൾ കൊണ്ട് അസ്വസ്ഥമായിരിക്കുന്ന ഗർഭിണിയെപ്പോലെയാണ് ഞാൻ. വിശുദ്ധമായ കാര്യങ്ങളും അധമമായവയും രണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണത്? ഞാൻ എന്താണ്? ഒരു പിടിയും നമുക്ക് കിട്ടാത്ത ഭാവത്തോടെ ഈശോ അയാളെ നോക്കുന്നു. ഈശോയ്ക്ക് ദുഃഖമാണ്. എന്നാൽ ദുഃഖത്തോടു കൂടെ അലിവും ദയയും കലർന്നിരിക്കുന്നു. വളരെ അധികമായ അലിവ്. തനിക്കിനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന ബോധ്യത്തോടെ ഒരു രോഗിയെ നോക്കുന്ന ഡോക്ടറുടെ ഭാവമാണ് ഈശോയ്ക്കുള്ളത്. എന്നാൽ ഈശോ ഒന്നും പറയുന്നില്ല. ഗുരുവേ, എന്നോട് പറയൂ. എന്ത് പറഞ്ഞാലും അത് ഒട്ടും കഠിനമായി ഈ പാവപ്പെട്ട യൂദാസ് കരുതുകയില്ല. എന്തായാലും ഞങ്ങളെല്ലാം സഹോദരന്മാരല്ലേ. ഞാൻ എന്താണെന്ന് അവർ മനസ്സിലാക്കിയാൽ അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. നേരെ മറിച്ച് നിനക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം അവർ കേൾക്കുകയാണെങ്കിൽ
അവർ അവരുടെ തന്നെ തെറ്റുകൾ തിരുത്തും. അതെനിക്ക് സഹായമാകും. നീ പറയുകയില്ലേ? മറ്റുള്ളവർക്കെല്ലാം വിഷമമായി, വിസ്മയമായി. എന്ത് പറയണമെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവരെല്ലാം യൂദാസിനെ നോക്കുന്നു, ഈശോയെയും നോക്കുന്നു. ഈശോ കറിയോത്തായെ അരികിലേക്ക് വിളിച്ച് സഹോദരൻ ജെയിംസ് നിന്നിരുന്ന സ്ഥലത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു, നിന്റെ മനസ്സ് ആകെ താറുമാറാണ്. എല്ലാ കഴിവുകളും നിനക്കുണ്ട്. അവ ക്രമം തെറ്റി കുഴഞ്ഞു കിടക്കുന്നതിനാൽ ഒരു നേരിയ കാറ്റ് വീശിയാൽ അവയെല്ലാം ഇളകും. സ്വല്പം മുമ്പെയാണല്ലോ നമ്മൾ ആ മലയിടുക്ക് വഴി വന്നത്. വെള്ളവും മണ്ണും മരങ്ങളും നിമിത്തം ആ ചെറു ഗ്രാമത്തിലെ വീടുകളെല്ലാം നശിച്ചത് നമ്മൾ കണ്ടതാണ്. വെള്ളവും മണ്ണും മരങ്ങളുമെല്ലാം ഉപയോഗമുള്ള നല്ല വസ്തുക്കളല്ലേ? എന്നിട്ടും അവിടെ അതൊരു ശാപമായി തീർന്നു. എന്തുകൊണ്ട്? വെള്ളത്തിന് ഒഴുകാൻ സ്ഥിരമായ ഒരു ചാലുണ്ടായിരുന്നില്ല. അത് മനുഷ്യരുടെ മടി കൊണ്ടും കൂടെയാണ്. അതിനിഷ്ടപ്പെട്ട വഴികളിലൂടെയെല്ലാം ഒഴുകി. കൊടുങ്കാറ്റും പേമാരിയും ഇല്ലാതിരുന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചെറിയ അരുവികളായി മലഞ്ചെരുവിലൂടെ ഒഴുകി അവ മരതകവും വജ്രവും പതിച്ച ഒരു ആഭരണം പോലെ, ഖണ്ഡാഭരണം പോലെ മനോഹരമായിരുന്നു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വജ്രം, നിഴലടിക്കുമ്പോൾ മരതകം. മനുഷ്യൻ ആ സൗന്ദര്യം ആസ്വദിച്ചിരുന്നു. കളകള ശബ്ദം ഉതിർത്ത് ഒഴുകിയിരുന്ന അവ അവന് വയൽ നനയ്ക്കാൻ ഉപയോഗപ്പെട്ടിരുന്നു. ചെടികളും മനോഹരമായിരുന്നു. അവയെല്ലാം നട്ടത് കാറ്റിന്റെ കളിയാണ്. വിവിധ തരത്തിലുള്ള ഇലകളും ശിഖരങ്ങളുമുള്ള സൂര്യപ്രകാശമേൽക്കുന്ന വീതിയുള്ള പാതകൾ തീർക്കുന്നു. അതുപോലെ നല്ല മാർദ്ദവമുള്ള മണ്ണ്. ആർക്കറിയാം ഏത് കാലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കമാണ് അവയെ മലനിരകളുടെ ഇടയിൽ നിക്ഷേപിച്ചതെന്ന്. കൃഷിക്ക് ഏറ്റം പറ്റിയ മണ്ണ്. എന്നാൽ ഒരു മാസം മുമ്പുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ നേരിയ അരുവികളെല്ലാം ഒരുമിച്ച് ചേർന്ന് വഴിമാറി ഒഴുകി. വൃക്ഷങ്ങളെയും ചെടികളെയും ഭൂമിയെയും ഒഴുക്കി താഴ്വരയിലേക്ക് എത്തിച്ചു. ജലത്തെ ക്രമത്തിന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ, വൃക്ഷങ്ങൾ ഒരുമിച്ച് വനത്തിൽ വളരാൻ അനുവദിച്ചിരുന്നെങ്കിൽ, മണ്ണൊലിപ്പ് തടയാൻ സംരക്ഷണം നൽകിയിരുന്നെങ്കിൽ, ഈ മൂന്ന് പദാർത്ഥങ്ങളും ആ ചെറു ഗ്രാമത്തിന്റെ നാശത്തിനും മരണത്തിനുമിടയാകുമായിരുന്നില്ല. നിനക്ക് ബുദ്ധി, ധൈര്യം, വിദ്യാഭ്യാസം, ഉത്സാഹം, ആകാരഭംഗി, ഇങ്ങനെ എത്രയെത്ര നന്മകളുണ്ട്. എന്നാൽ നിന്റെ ഉള്ളിൽ അവ ക്രമം തെറ്റി അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത്. നീ അപ്രകാരം അവയെ വിട്ടിരിക്കുകയാണ്. നോക്കൂ, നിന്റെ നന്മകളെ ക്ഷമയോടെ, സ്ഥിരതയോടെ ക്രമീകരിക്കണം. ക്രമം നിനക്ക് ശക്തിയാകും. പ്രലോഭനങ്ങളാകുന്ന കൊടുങ്കാറ്റ് വരുമ്പോൾ നിന്നിലുള്ള നന്മ നിനക്കും മറ്റുള്ളവർക്കും തിന്മയായി തീരാതിരിക്കാൻ നീ അവയെ ക്രമീകരിക്കണം. നീ പറഞ്ഞത് ശരിയാണ് ഗുരുവേ. ഇടയ്ക്കിടയ്ക്ക് കൊടുങ്കാറ്റിൽ എല്ലാം ഇളകി മറിയുന്നു. ഞാൻ അസ്വസ്ഥനുമാകുന്നു. നീ പറയുന്നത് എനിക്ക് അതിന് കഴിവ്. യൂദാസേ, നിന്റെ മനസ്സാണ് ഏറ്റം പ്രധാനം. എല്ലാം നിന്റെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എത്ര ശക്തമായ പ്രലോഭനങ്ങളാണ് ഉണ്ടാകുന്നത്. മറ്റുള്ളവർ മുഖത്തു നോക്കി അത് മനസ്സിലാക്കാതിരിക്കാൻ നമ്മൾ ഒളിച്ചു കളയുന്നു. അതാണ് തെറ്റ്. അപ്പോഴാണ് ഒട്ടും തന്നിലേക്ക് തന്നെ വലിയാതിരിക്കേണ്ടത്. ലോകത്തിലേക്ക് നോക്കണം. നല്ല ആളുകളുടെ ലോകത്തിലേക്ക് ഇറങ്ങണം. അവരുടെ സഹായം തേടണം. നല്ല ആളുകളുമായുള്ള സമ്പർക്കം പനി പോലും കുറവാക്കുന്നു. അതുപോലെ നമ്മെ വിമർശിക്കുന്നവരുടെ ലോകത്തിലേക്കും നമ്മൾ നോക്കണം. കാരണം നമ്മെ തന്നെ ഒളിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അഹങ്കാരമാണ്. നമ്മുടെ പ്രലോഭനങ്ങൾ മറ്റുള്ളവർ വായിച്ചറിയരുത് എന്ന് നിശ്ചയിക്കുന്നത് അഹങ്കാര നിമിത്തമാണല്ലോ. നമ്മുടെ ധാർമ്മികമായ ബലഹീനതയ്ക്ക് ഒരു മറുമരുന്നായിരിക്കും മറ്റുള്ളവരുടെ സഹായം തേടുന്നത്. അപ്പോൾ നീ വീഴുകയില്ല. നീ മരുഭൂമിയിലേക്ക് പോയി. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക് ദുരിതം. ഏകരായിരിക്കുമ്പോൾ അവർ ഒരു വ്യൂഹത്തിനെതിരെ. ഒരു വ്യൂഹമല്ലെങ്കിൽ അവർക്കും ദുരിതം. എങ്ങനെയാണത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നന്മകളുടെ ഒരു വ്യൂഹം പ്രലോഭനങ്ങളുടെ ഒരു വ്യൂഹത്തിനെതിരെ. പുണ്യം ദുർബലമാണെങ്കിൽ ഈ ഐവി ചെയ്യുന്നത് പോലെ ചെയ്യണം.
നല്ല ബലമുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ പിടിച്ച് മുകളിലേക്ക് കയറണം. ഗുരുവേ നന്ദി, ഞാൻ നിന്നെയും എൻ്റെ കൂട്ടുകാരനെയും മുറുകെ പിടിക്കും. എന്നാൽ നിങ്ങളെല്ലാം എന്നെ സഹായിക്കണം. നിങ്ങളെല്ലാവരും എന്നേക്കാൾ നല്ലവരാണ്. എന്റെ സ്നേഹിത, ഞങ്ങളെല്ലാവരും വളർത്തപ്പെട്ടത് സത്യസന്ധമായ മിതവ്യയ രീതിയിലുള്ള സാഹചര്യങ്ങളിലാണ്. ആ നല്ല സാഹചര്യങ്ങളാണ് മെച്ചപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ നീ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. യൂദയായെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നീ കാണുന്നില്ലേ, ഗലീലിയായിൽ കുറഞ്ഞപക്ഷം ഞങ്ങളുടെ ഗ്രാമങ്ങളിലെങ്കിലും ധനം കുറവാണ്, അഴിമതികളും കുറവാണ്. തിബേരിയാസ്, മഗ്ദല മുതലായ ഉല്ലാസ കേന്ദ്രങ്ങൾ അഴിമതിയിൽ നിന്ന് അകലെയല്ല. എന്നാൽ ഞങ്ങൾ എളിയ ആളുകൾ. ഞങ്ങൾ പരുക്കൻ പെരുമാറ്റമുള്ളവരായിരിക്കാം, ജോലി ചെയ്ത് ജീവിക്കുന്നവരും. ദൈവം ഞങ്ങൾക്ക് തരുന്നതിനെക്കുറിച്ച് വിശുദ്ധമായ സന്തോഷത്തിലും സംതൃപ്തിയിലും കഴിയുന്നവരുമാണ്. അൽഫയൂസിന്റെ മകൻ ജെയിംസ് പറയുന്നു. എന്നാൽ ജെയിംസ്, നിനക്ക് അറിഞ്ഞുകൂടെ, യൂദാസിന്റെ അമ്മ വിശുദ്ധയായ ഒരു സ്ത്രീയാണെന്ന്? അവളുടെ അമ്മ അവളുടെ മുഖത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. ജോൺ എതിർത്ത് പറയുന്നു. കറിയോത്തുകാരൻ യൂദാസ് ആ സ്തുതിവാക്കുകൾ കേട്ട് പുഞ്ചിരി തൂകുന്നു. ഈശോ അത് തറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ പുഞ്ചിരി ഒന്നുകൂടെ പ്രകാശിതമായി. നീ പറഞ്ഞത് ശരിയാണ് ജോണേ, അവൾ വിശുദ്ധയായ സ്ത്രീയാണ്. ഏയ്, എന്റെ അപ്പൻ ആഗ്രഹിച്ചത് എന്നെ ലോകത്തിലെ ഒരു വലിയ ആളാക്കണമെന്നായിരുന്നു. അതിനാൽ എന്നെ അമ്മയിൽ നിന്നും ചെറുപ്രായത്തിലെ അകറ്റി, വല്ലാതെ അകറ്റി. നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് ഈ പറയുന്നത്? പത്രോസ് അകലെ നിന്ന് വിളിച്ചു ചോദിക്കുന്നു. നിൽക്കൂ, ഞങ്ങളും കൂടെ അങ്ങ് വരട്ടെ. എന്റെ കാലിന് നീളം കുറവാണെന്നുള്ളത് പരിഗണിക്കാതെ നിങ്ങൾ അങ്ങനെ പോകുന്നത് അത്ര ശരിയല്ല. മറ്റേ ഗ്രൂപ്പ് വരുന്നത് വരെ ഇവർ നിൽക്കുന്നു. ഹാ, എന്റെ കൊച്ചു തോണി, നിന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നു. ഇവിടെ ഒരടിമയെപ്പോലെ ഞാൻ പണിയണം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? നല്ലവരാകാൻ എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾ പറയുകയായിരുന്നു, ഈശോ മറുപടി പറയുന്നു. എന്നിട്ട് ഗുരുവേ, എന്നോട് നീ അത് പറയുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. ക്രമം, ക്ഷമ, സ്ഥിരത, എളിമ, ഉപവി. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ക്രമം എന്തിനാ? നന്മയുണ്ടാകുന്നതിന് ക്രമം എന്ത് ചെയ്യും? ക്രമമില്ലായ്മ ഒരിക്കലും ഒരു നന്മയല്ല. ഞാനത് നിന്റെ കൂട്ടുകാരോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേയുള്ളൂ. അവർ നിന്നോട് പറയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നാൽ ഉപവി ഞാൻ അവസാനമാണ് പറഞ്ഞത്. കാരണം പൂർണ്ണതയാകുന്ന നേർവരയുടെ രണ്ടറ്റങ്ങൾ അവയാണ്. നിനക്കറിയാമല്ലോ, ഒരു നേർവരയ്ക്ക് ആരംഭവുമില്ല, അവസാനവുമില്ല. രണ്ടറ്റത്തിൽ ഏതിനെയും ആരംഭമെന്നും അവസാനമെന്നും പറയാം. എന്നാൽ വൃത്തം പൂർത്തിയാക്കാത്ത വളഞ്ഞ വരകൾക്ക് ആരംഭവും അവസാനവുമുണ്ട്. വിശുദ്ധി നേരെയുള്ളതാണ്, ലളിതമാണ്, പൂർണ്ണമാണ്. നേർവര പോലുള്ള രണ്ടറ്റങ്ങളുമാണുള്ളത്. നേർവര വരയ്ക്കാൻ എളുപ്പമാണല്ലോ. നീ അങ്ങനെയാണോ വിചാരിക്കുന്നത്? അത് ശരിയല്ല. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ വളരെ സങ്കീർണമായ പടമാണെങ്കിലും ചില അപൂർണതകൾ ആരും കാണുകയില്ല. എന്നാൽ നേർവരയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അതുടനെ തന്നെ കാണും. ഒന്നുകിൽ ചരിവ്, അല്ലെങ്കിൽ ചഞ്ചലമായത്. ജോസഫ് എന്നെ പണി പഠിപ്പിച്ചപ്പോൾ പലകകൾ നേരെ ആയിരിക്കണമെന്ന് നിർബന്ധമായി പറയുമായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നത് എത്ര ശരിയാണ്. നോക്കൂ മകനെ, അലങ്കാരപ്പണികളിലും വളവുകളുള്ള പണികളിലും ഒരപൂർണതയുണ്ടെങ്കിൽ അതാരും അറിയുകയില്ല. കാരണം കണ്ണ് ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവ വിട്ടുപോകും. എന്നാൽ പലക നേരെ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ ഒരു ഉപകരണം പോലും കൃഷിപ്പണിക്കാരന്റെ വീട്ടിലേക്ക് ദരിദ്രമായ മേശയായാലും പണി തൃപ്തികരമായിരിക്കയില്ല. ഒന്നുകിൽ ഒരു ചെരിവുണ്ടാകും, അല്ലെങ്കിൽ ഉറയ്ക്കത്തില്ല. അത് തീ കത്തിക്കാനേ ഉപകരിക്കൂ. ഇത് ആത്മാക്കളുടെ കാര്യത്തിലും ശരിയാണ്. നിത്യനരകത്തിലേക്ക് ഉതകുന്നതാകണമെന്നാഗ്രഹിക്കുന്നില്ലെങ്കിൽ, സ്വർഗം പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നേരെ മുറിച്ച് മിനുസപ്പെടുത്തി കോണുകൾ മട്ടം വച്ച് ശരിയാക്കി
പലക പോലെ നമ്മൾ പൂർണ്ണരായിരിക്കണം. ഒരു പ്ലാനുമില്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആരംഭിച്ച് അസ്വസ്ഥമായ ഒരു പക്ഷിയെപ്പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി പോയാൽ ആധ്യാത്മിക ജീവിതത്തിന്റെ ഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ കഴിയാതെ അവസാനിക്കും. അവ തമ്മിൽ ചേരുകയില്ല. അതിനാൽ ക്രമവും ഉപവിയും പാലിക്കൂ. ഇവ രണ്ടും രണ്ടറ്റത്ത് രണ്ട് തിന്മകൾക്ക് മീതെ ഉറപ്പിച്ചു പിടിക്കുക. അനങ്ങാൻ സമ്മതിക്കരുത്. അവ ഉറപ്പിച്ചുകൊണ്ട് ബാക്കി ജോലികളെല്ലാം ചെയ്യാം. അലങ്കാരങ്ങൾ, കൊത്തുപണികൾ തുടങ്ങി എന്തെങ്കിലും ചെയ്യാം. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. പത്രോസ് ഇതെല്ലാം മൗനമായി കേട്ടതിനു ശേഷം ഒരനുമാനം പറയുന്നു. അപ്പോൾ എന്റെ അനുജൻ എന്നേക്കാൾ സമർത്ഥനാണ്. അവൻ എപ്പോഴും നല്ല ക്രമമുള്ളവനാണ്. ശാന്തമായി സാവകാശത്തിൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന്. അവൻ അനങ്ങുന്നുണ്ടെന്ന് തന്നെ തോന്നുകയില്ല. നേരെ മറിച്ച് ഞാൻ പെട്ടെന്ന് പല കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയുന്നുമില്ല. ആരെന്നെ സഹായിക്കും? നിന്റെ സന്മനസ്. പത്രോസേ, നീ ഭയപ്പെടേണ്ട. നീയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നീ നിന്നെ തന്നെ നിർമ്മിക്കുന്നുണ്ട്. എന്റെ കാര്യം എങ്ങനെ? നീയും അങ്ങനെയാണ് ഫിലിപ്പേ. ഞാൻ എങ്ങനെയുണ്ട്? എന്നെ ഒന്നിനും കൊള്ളുന്നതായി എനിക്ക് തോന്നുന്നില്ല. അല്ല തോമസേ, നീയും ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം കാട്ടുമരങ്ങളാണ്. എന്നാൽ ഒട്ടിക്കൽ ചെയ്യുന്നത് നിമിത്തം നിങ്ങളെല്ലാം സാവകാശം, എന്നാൽ തീർച്ചയായും മാറും. നിങ്ങൾ എന്റെ ആനന്ദമാണ്. നല്ല കാര്യം. ഞങ്ങൾ ദുഃഖിതരാണ്. നീ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്. നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഭയമാണ്. നീ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നീ എപ്പോഴും ഞങ്ങൾക്ക് ഉപദേശം തന്ന് എല്ലാവരെയും എല്ലായ്പ്പോഴും ആശ്വസിപ്പിക്കുന്നു. ഗുരുവേ, എപ്പോഴും ഇങ്ങനെ ചെയ്യുവാനും ഇത്രയും നല്ലവനായിരിക്കാനും എങ്ങനെയാണ് നിനക്ക് സാധിക്കുന്നത്? എന്റെ സ്നേഹിതരെ, അതിനാണ് ഞാൻ വന്നത്. ഞാൻ കാണാൻ പോകുന്നത് എന്താണെന്നും ഞാൻ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. മിഥ്യാബോധമൊന്നും ഇല്ലെങ്കിൽ ഇച്ഛാഭംഗങ്ങളും കുറവായിരിക്കും. അപ്പോൾ താല്പര്യക്കുറവും വരികയില്ല. അങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയും. മൃഗീയനായ മനുഷ്യനെ ആധ്യാത്മിക മനുഷ്യനാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഇക്കാര്യം ഓർത്തിരിക്കണം.